بسم الله والحمد لله وصلى الله وسلم على أشرف خلق الله محمد بن عبد الله عليه أفضل الصلاة وأزكى التسليم وعلى آله وصحبه ومن والاه أما بعد. നമ്മുടെ മുൻഗാമികളായ സമൂഹം, സച്ചരിതരായ സലഫുകൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തതിൽ ഏറ്റവും ഭംഗിയായി, ഏറ്റവും കൃത്യമായി അനുഷ്ഠിച്ചിട്ടുള്ള ആളുകളാണ്. അവർ ചെയ്തതിൻ്റെ എണ്ണത്തിലല്ല, ആധിക്യത്തിലല്ല അവർ നമ്മളെ മികച്ചു നിൽക്കുന്നത്. നേരെ മറിച്ച് അവർ ചെയ്തതിലുള്ള ക്വാളിറ്റി, പെർഫെക്ഷൻ, അവർ ചെയ്തതിലെ കൃത്യതയും ഭംഗിയുമാണ് അവരുടെ അമലുകളെ മികച്ചതാക്കി തീർക്കുന്നത്. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്നതിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ, അഹ്ലുസുന്നക്കിടയിൽ അഭിപ്രായാന്തരമില്ല. വിദ്യാർത്ഥികാർക്കിടയിൽ മാത്രമാണ് അതിൽ അഭിപ്രായ വ്യത്യാസം. അള്ളാഹുവിന്റെ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും സഹാബത്തിന്റെ നടപടിക്രമങ്ങളും മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സഹാബത്തിൽ തന്നെ ഏറ്റവും അഫ്ദൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണെന്നതിൽ സംശയമില്ല. ആ അബൂബക്കർ സിദ്ദീഖിനെ സംബന്ധിച്ച് റളിയല്ലാഹു അൻഹു സഹാബത്ത് തന്നെ പറയാറുണ്ടായിരുന്നത്, അബൂബക്കർ സിദ്ദീഖ് ഞങ്ങളെക്കാൾ മികച്ചത്, മുൻപന്തിയിലെത്തിയത്, അത് കൂടുതൽ എണ്ണം നമസ്കരിച്ചത് കൊണ്ടോ കൂടുതൽ എണ്ണം നോമ്പ് നോറ്റത് കൊണ്ടോ ദാനധർമ്മങ്ങളുടെ എണ്ണത്തിലോ ഒന്നുമല്ല. വലാകിൻ ബിശൈ വഖറ ഫിൽ ഖൽബ് വസദ്ദഖതുൽ അമൽ. നേരെ മറിച്ച് ഹൃദയത്തിനുള്ളിൽ അടിയുറച്ച, രൂഢമൂലമായി കിടക്കുന്ന അമലുകൾ കൊണ്ട് സത്യപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. അതാണ് ഈമാൻ. അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ അറിവ്. ആ അറിവിന്റെ കാര്യത്തിലാണ്, അതാണ് യഖീനാകുന്നത്, അതാണ് ഈമാനാകുന്നത്. ആ കാര്യത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മറ്റുള്ളവരെക്കാൾ, മറ്റു സഹാബിമാരെക്കാൾ മികച്ചവനായിരുന്നു. സഹാബത്ത് താബിഈങ്ങളെക്കാൾ, ആ തലമുറയേക്കാൾ മികച്ചവരായിരുന്നു. താബിഈങ്ങൾ അവർക്ക് ശേഷമുള്ള തലമുറകളെക്കാൾ മുൻപന്തിയിലായിരുന്നു. ഏത് കാര്യം കൊണ്ടാണത്? അവർക്കുള്ള അള്ളാഹുവിന്റെ കിതാബിനെ സംബന്ധിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെയും സംബന്ധിച്ചുള്ള കൃത്യമായ അറിവിന്റെ കാര്യത്തിലാണ് അവർ മികച്ചത്. നമ്മൾ വളരെ വൈകിയ സമൂഹമാണ്. ഓരോ വർഷവും കഴിഞ്ഞ വർഷത്തെക്കാൾ അറിവ് കുറഞ്ഞ, നന്മകൾ കുറഞ്ഞതായിട്ടാണ് വരിക. ഖിയാമത്ത് നാളിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും തോറും ഇൽമ് ഉയർത്തപ്പെടുകയും ജഹ്ല് വ്യാപിക്കുകയും ചെയ്യും. സുന്നത്ത് ഉയർത്തപ്പെടുകയും ബിദ്അത്ത് വ്യാപിക്കുകയും ചെയ്യും. ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ നിൽക്കുന്നത് വളരെ വൈകിയ ഒരു സമയത്താണ്. പൊതുവിൽ സമൂഹത്തിന്റെ അവസ്ഥ എന്നുള്ള അർത്ഥത്തിലാണ്. അതിൽ വ്യക്തികൾ, പലയിടങ്ങളിൽ വളരെ കുറഞ്ഞ ആളുകൾ
അങ്ങനെയുള്ള ആ നന്മ അവിടെ ബാക്കി നിൽക്കും. അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. പൊതുവെ മുസ്ലിങ്ങളുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ സമൂഹത്തിന്റെ തലമുറകളുടെ വ്യത്യാസങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിവ് വളരെ കുറഞ്ഞ സമയത്തിലാണ്, സമൂഹത്തിലാണ്, അവസ്ഥയിലാണ് നമ്മളുള്ളത്. എത്രത്തോളം ഇപ്പൊ നമ്മളിൽ പലരും എത്രയോ തവണ ആവർത്തിച്ച് പലരും അന്വേഷിക്കുന്ന ഒരന്വേഷണമാണ്, ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്, അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ മലയാളത്തിൽ പറഞ്ഞുകൂടെ? ദുആ ചെയ്യാൻ ഏറ്റവും നല്ലത് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുള്ള ദുആകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള വാക്കുകളാണ്. ഇത് നമുക്കിടയിൽ സംശയം ഇല്ലാത്ത, അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. എന്നാൽ പോലും ഇതറിഞ്ഞിട്ട് പോലും നമുക്കതിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഒരു മനുഷ്യൻ ഈ അടുത്ത് ഇസ്ലാം സ്വീകരിച്ചു. ശരി, അയാൾക്ക് അറബി ഭാഷ അറിയില്ല, കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല. അയാൾ വന്നിട്ട് നമ്മളോട് ചോദിക്കുന്നു ഈ ചോദ്യം, എനിക്ക് എൻ്റെ ഭാഷയിൽ ചോദിക്കാമോ? ചോദിച്ചോളൂ. കാരണം അയാൾ അങ്ങനൊരു സാഹചര്യത്തിലാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു ഇസ്ലാമിക കുടുംബത്തിൽ ബാപ്പാന്റെ ഉമ്മാന്റെ മകനായി മകളായി ജീവിച്ചു പോന്നു. പക്ഷേ ദീനിനെക്കുറിച്ചൊരു ബോധമില്ലാതെ നമ്മൾ അങ്ങനെ നടന്നു, കുറെ കാലം അങ്ങനെ പോയി. പക്ഷെ പിന്നീട് ഒരിക്കൽ തൗബ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി, ഇബാദത്തുകൾ നേരെയാക്കി, നിസ്കാരമൊക്കെ കറക്റ്റാക്കി, നഷ്ടപ്പെടുത്താതെയൊക്കെ ആക്കി, അങ്ങനെ ഒന്ന് നന്നാകാൻ തീരുമാനിച്ച് നന്നായിട്ട് പോകുന്നു. എന്നിട്ടും വർഷങ്ങളായിട്ട് വീണ്ടും ഇതേ ചോദ്യം ചോദിക്കുമ്പോഴോ, അതല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല ആളുകൾ ചെറുപ്പം മുതലേ നല്ലൊരു ഇസ്ലാമിക കുടുംബത്തിൽ ജീവിച്ചു, അറബി ഭാഷ പഠിക്കാൻ മദ്രസകളിൽ വിട്ടു, എഴുത്തും വായനയൊക്കെ അങ്ങനെ പഠിച്ചു, ഇനി സ്കൂളിലും അറബി തന്നെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിപ്പിച്ചു, അങ്ങനെയൊക്കെ കുറേ അതും പഠിച്ചു, ഇനി അവിടം വിട്ടിട്ട് അറബിക് കോളേജും പഠിച്ചു. ഇതൊക്കെ കഴിഞ്ഞ ആളുകൾ പിന്നെയും ചോദിക്കും, അല്ല അങ്ങനെ ഇപ്പോൾ മലയാളത്തിൽ പ്രാർത്ഥിച്ചാൽ തെറ്റുണ്ടോ? ഇങ്ങനെ വീണ്ടും ചോദിക്കും. ഈ ചോദ്യമാണ് പ്രശ്നം. നമ്മൾ മലയാളത്തിൽ ചോദിക്കുന്നതും ഇനി അറബിയിൽ തന്നെ ചോദിക്കുന്നതിൽ മനസ്സിലാക്കിക്കൊണ്ട് ചോദിക്കുന്നതിന്റെ വ്യത്യാസത്തിന് ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാനാണ് ഞാൻ ഇത്രയും മുഖദ്ദിമ പറഞ്ഞത്. ഇത് മുഴുവൻ ഒരു ആമുഖമാണ്. ഒറ്റൊരു കാര്യം പറയാം. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് ജലാഉൽ അഫ്ഹാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നതിനെ വിശദീകരിക്കുന്ന ഒരു കിതാബാണ്. ജലാഉൽ അഫ്ഹാം ഫി ബയാനി സ്വലാത്തി വസ്സലാം അലാ ഖൈറിൽ അനാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്തിനെ വിശദീകരിക്കുന്നത്. സ്വലാത്ത് തുടങ്ങുന്നത് എന്തുകൊണ്ടാണ്? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. ആ അല്ലാഹുമ്മ എന്ന വാക്ക് വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹുമ്മ എന്നതിൻ്റെ അർത്ഥം ഭാഷാ പണ്ഡിതന്മാരെയും അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങളെയും ഉദ്ധരിച്ചുകൊണ്ട് വെറും ഒരു അല്ലാഹുമ്മ എന്ന വാക്ക് അത്ഭുതകരമാണ്, രസകരമാണ്. അല്ലാഹുമ്മയിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. അല്ലാഹുമ്മ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ മലയാളത്തിൽ നമ്മൾ പറയല്? അല്ലാഹുവേ എന്നാണ്. അല്ലാഹുവേ എന്നുള്ളതൊരു വിളിയാണ്. നിദ എന്നതിന് അറബിയിൽ പറയാം. നിദായിന് സാധാരണ ഹർഫു നിദ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. എന്താ? യ. അതുകൊണ്ടാണ് തുടങ്ങേണ്ടത്. യാ അല്ലാ, അതാണ് അതിന്റെ അർത്ഥം. യാ അല്ലാ എന്ന് വിളിക്കുന്നതിന് പകരം അല്ലാഹുമ്മ എന്ന് അവര് അതേ ആശയത്തിൽ തന്നെ വേറൊന്നിൽ വെച്ചതാണ്. സീബൂയ അല്ലെങ്കിൽ സീബവൈഹി എന്ന് ചിലർ പറയും. ഭാഷയിൽ, അറബി ഭാഷയിൽ ഇമാം എല്ലാവർക്കും നമ്പർ 1 എന്ന് പറയുന്നത് സീബോയാണ്. ആ സീബോയ അദ്ദേഹത്തിന്റെ അൽ കിതാബ് എന്ന പേരിലൊരു കിതാബ് ഉള്ളത് അദ്ദേഹത്തിനാണ്. അൽ കിതാബ്.
അൽ കിതാബിൽ അദ്ദേഹം ഭാഷയെ സംബന്ധിച്ചുള്ള മാത്രം ചർച്ചയാണ്. അതിൽ അല്ലാഹുമ്മയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിൽ അഭിപ്രായ വ്യത്യാസമില്ല ഭാഷാ പണ്ഡിതന്മാർക്കിടയിൽ. യാഇന് പകരം ഇപ്പുറത്ത് വെച്ചതാണ് മീം. ഒരു മീം ഇട്ടു, അവിടെ 2 മീമുണ്ട്. അല്ലാഹും എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അല്ലാഹുമ്മ എന്ന് പറയുമ്പോൾ ശബ്ദട്ട 2 മീമാണ്. ഒരു മീമിന്റെ സ്ഥിതി പറഞ്ഞത്. അപ്പൊ എന്താ അതുകൊണ്ടുള്ള ഗുണം? അല്ലാഹ് എന്നത് ആദ്യം വന്നു, ഒരു യാ എന്ന ഹർഫ് വരാതെ. അതാണ് ആദ്യത്തെ ഗുണം. അല്ലാഹ് എന്നതുകൊണ്ട് തുടങ്ങി. അള്ളാനെ വിളിക്കുമ്പോ യാ അല്ലാ എന്ന് ഭാഷയിൽ വിളിക്കുന്നതിന് പകരം അല്ലാ എന്നുള്ളത് ആദ്യത്തേതായി. അല്ലാഹുമ്മ, യാ അല്ലാ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ആ മീമിന് തന്നെ ശബ്ദയിട്ടതും അതുപോലെ തന്നെ രണ്ടാമത്തെ മീമ് വന്നതും ചേർത്ത് വന്ന ആ ജംഅ്, അതിലുള്ളൊരു ജംഅ് ഉണ്ട്, ചേർത്ത് വരിക. മീമ് സാധാരണ എപ്പോഴും മീമിനെ എത്രത്തോളം എന്ന് വെച്ചാൽ അറബി ഭാഷയിൽ എപ്പോഴും ഭാഷയിലെ പദങ്ങൾ തന്നെ പദങ്ങളുടെ അർത്ഥത്തെ ശരിക്ക് ദ്യോതിപ്പിക്കും. വെറുതെ ഒരു വാക്കല്ല. അതിനൊരുപാട് ഉദാഹരണങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല അവിടെ ഇബ്നു ജന്നൈ ഭാഷാ പണ്ഡിതനാണ്, താബിഴിയാണ്, അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. വാക്കുകളിൽ ആശയത്തിന്റെ എല്ലാ ഭാവവും ചലനവും അടങ്ങിയിരിക്കും. അദ്ദേഹം ആ വിശദീകരിച്ച കാര്യം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലയോട് പോയിട്ട് ഇബ്നുൽ ഖയ്യിം പറയുന്നുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞ മറുപടി, ഞാനിത് ഒരുപാട് ആലോചിക്കാറുണ്ട്, അങ്ങനെ ഉണ്ട്, അതെനിക്കും ഒരുപാട് ആ കാര്യം മനസ്സിൽ ഇങ്ങനെ വരാറുണ്ട്, ഭാഷയിൽ അങ്ങനെ ഒരു കാര്യം ഇരിപ്പുണ്ടെന്നുണ്ട്. വാക്കുകൾക്ക് ഹറക്കത്തുകൾ ഉപയോഗിക്കുന്നതിൽ പോലും അറബി ഭാഷയിൽ ലമ്മത്തിന്, ഫതഹത്തിന്, കസ്റത്തിനൊക്കെ അതിന്റെ ഖനമുണ്ട്. ലമ്മത്താണ് ഏറ്റവും അക്വൽ ഹറക്കാത്ത്, ഹറക്കത്തുകളിൽ ഏറ്റവും പവർഫുൾ ആയത്. അത് കഴിഞ്ഞാൽ കസ്റത്തൻ മധ്യമ നിലവാരത്തിലുള്ളത്, ഫതഹത്ത് ഏറ്റവും ലോലമാണ്. ഇങ്ങനെ ഓരോന്നും അറബി ഭാഷയിൽ ഓരോ കാര്യത്തിനും ഇത്രത്തോളം ആശയഗർഭം അടങ്ങിയിരിപ്പുണ്ട്. അങ്ങനെ തുടങ്ങി അദ്ദേഹം ആ കാര്യം വിവരിക്കുന്നിടത്ത് അല്ലാഹുമ്മയിലുള്ള 2 മീമുകൾ അത് ജംഇനെ അറിയിക്കുന്നതാണ്, ഒരുമിച്ച് ചേർക്കുക എന്നത്. ആ ഒരുമിച്ച് ചേർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഒരുമിച്ച് ചേർക്കുന്നത്? ഹസനുൽ ബസ്രി അതുപോലെ തന്നെ മുത്താരിദ് റഹ്മഹുല്ലയെ പോലുള്ളവരൊക്കെ അത് വിശദീകരിച്ചത് അള്ളാഹുവിന്റെ അസ്മാഉ വസ്സിഫാത്ത് അതിലൊരുമിച്ച് ചേർക്കുന്നു എന്നാണ്. ഒരാൾ അല്ലാഹുമ്മ എന്ന് വിളിച്ചാൽ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക് എന്ന് പറയുമ്പോൾ, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അസ്മാഇകൽ ഹുസ്ന വസിഫാതികൽ ഉല എന്നതിലർത്ഥം കിടപ്പുണ്ട്. അള്ളാഹുവിന്റെ മുഴുവൻ നാമങ്ങളും അതിസുന്ദരമാണ്. നാമങ്ങൾ അതാണ് അസ്മാഉൽ ഹുസ്ന എന്നതിന് പറയാം. അള്ളാഹുവിന്റെ മുഴുവൻ ഗുണവിശേഷങ്ങളും അത്യുന്നതമാണ്. ഗുണവിശേഷങ്ങൾ അവയെ മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് അവയെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ അള്ളാഹുവിനെ, അതൊക്കെ ഞാൻ അംഗീകരിച്ചുകൊണ്ടാണ് അള്ളാഹിനെ വിളിക്കുന്ന വിളി അള്ളാഹുവേ എന്നുള്ള വിളി. അതാ മീമിനുള്ളിലിരിപ്പുണ്ട്. ജംഇനെ അത് സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ അറബി ഭാഷ അതിന്റെ വളരെ പ്രാഥമികമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടൊരു അല്ലാഹുമ്മ എന്ന് പറയുന്നതും നമ്മൾ അല്ലാഹുമ്മ എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമില്ലേ? നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹുവേ എന്നുള്ളൊരു വിളി മാത്രം അതിൽ മനസ്സിലാക്കി. ഇത്രയും കാര്യങ്ങൾ അതിലുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അത് ഭാഷയിലൂടെയും അതുപോലെ തന്നെ വെറും ഭാഷയിലൂടെ അല്ല, ഷറഇന്റെ ഭാഷ ഉണ്ട്, കിതാബിന്റെയും സുന്നത്തിന്റെയും ആത്മാവ് ഉൾക്കൊള്ളുന്ന ഭാഷ. അല്ലാതെ പച്ചക്ക് മുൻജിത് ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്ലേഷൻ അല്ലേ പറയുന്നത്, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ കിട്ടുന്ന ഭാഷയല്ല. അറബി ഭാഷയുടെ അള്ളാഹുവിന്റെ കിതാബിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സുന്നത്തിന്റെ വെളിച്ചത്തിലുള്ള ആ പ്രയോഗങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരാൾ പറയുന്ന
അല്ലാഹുമ്മക്ക് ഞാനീ പറഞ്ഞു തീർന്നിട്ടില്ല. വളരെ രസകരമാണ് അതിന്റെ ചർച്ച. അത് വായിച്ചപ്പോൾ ആ കാര്യം ഒന്നിങ്ങനെ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. ഇനി അവിടെ നിന്ന് വിട്ടു നോക്കൂ. നമ്മൾ ബിസ്മില്ല, നമ്മൾ കുറെ മുമ്പ് ഇതേപോലെ ബിസ്മില്ല എന്നുള്ള വാക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ബിസ്മില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പലരും പറയും അള്ളാഹുവിൻ്റെ നാമം കൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് തുടങ്ങുന്നു. ഇത്രയൊക്കെ നമുക്കറിയാം. ആ ബായില് ഇസ്മില് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിപ്പുണ്ട്. അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് എന്ന് പറയാൻ അറബി ഭാഷയിൽ ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കാം. അവിടെ ഹർക്കത്ത് ബാ തന്നെ കൊണ്ടുവന്നത് എന്തിനാണ്? ആ ബായിനൊരു പ്രത്യേകത ഉണ്ട്. ബാ പലതിനെയും റെപ്രസെൻറ്റേറ്റ് ചെയ്യും. പല നല്ല കാര്യങ്ങളും അതിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് അത് ബായിലുള്ളത്? ബായിൽ തബറുക്കുണ്ട്, ഇസ്തിആനത്തുണ്ട്. ഇസ്തിആനത്തും തബറുക്കും അതിലുണ്ട്. അള്ളാഹുവിനോട് സഹായം ചോദിക്കൽ, അതാണ് ഇസ്തിആനത്ത്. ബില്ലാഹി എന്ന് മാത്രം പറഞ്ഞാൽ തന്നെ അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നു എന്നർത്ഥമുണ്ടായില്ല. അതുപോലെ തന്നെ തബറുക്ക്, അള്ളാഹുവിൽ നിന്ന് മുഴുവൻ ഖൈറുകളും ബറക്കത്തും ചോദിക്കുന്നു, തേടുന്നു. ആ ത്വലബുൽ ബറക്ക എന്നത് അതിനുള്ളിൽ ഇരിപ്പുണ്ട്. അത് തന്നെയും ബിസ്മില്ല എന്നുള്ളത് ഇസ്മുല്ല, ആ മുലാഫ് ഇലൈഹി, മുലാഫ് മുഫ്രദാണ്, ഇസ്മാണ്, അതാണ് മുലാഫായിട്ട് വന്നിട്ടുള്ളത്. അള്ളാഹ് എന്ന ലഫ്ദുൽ ജലാലയിലേക്ക് അതിനെ ഇദാഫത്ത് ചെയ്തിരിക്കുകയാണ്. മുലാഫ് മുഫ്രദായി വന്നാൽ ഉമൂമിനെ ഇഫാദത്ത് ചെയ്യും. അള്ളാഹുവിന്റെ നാമം എന്നല്ല, അള്ളാഹുവിന്റെ മുഴുവൻ നാമങ്ങളും, അള്ളാഹുവിന്റെ മുഴുവൻ നാമങ്ങളും മുൻനിർത്തി അവനോട് സഹായം ചോദിക്കുകയും എല്ലാ ഖൈറും ബറക്കത്തുകളും ചോദിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ കാര്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഏതാണോ ചെയ്യുന്ന കാര്യം അതിനനുസരിച്ച്. എന്നു മാത്രമല്ല, ബിസ്മില്ല എന്നതിൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. വലിയ പ്രൊട്ടക്ഷനാണ് ബിസ്മില്ല എന്നുള്ള വാക്ക്. അപ്പൊ എനിക്ക് എന്തൊക്കെ നന്മകളുണ്ടോ അത് മുഴുവനും ലഭിക്കാനും ഏതൊക്കെ ദോഷങ്ങളുണ്ടോ അത് മുഴുവൻ തടുക്കാനും അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ആവശ്യമുള്ളിടത്ത് ഒരാൾക്ക് ഒരുപാട് വാക്കുകളൊന്നും കിട്ടണമെന്നില്ല. ബിസ്മില്ല എന്ന് മാത്രം പറഞ്ഞാൽ അത് മതിയാകും. സാധാരണ പറയില്ലേ, അഭ്യാസിയായ ഒരാൾക്ക് അയാൾക്ക് വലിയ ആയുധങ്ങളൊന്നും വേണ്ട. ഏത് പുൽക്കൊടിയും അയാൾക്ക് ആയുധമായി മാറും. വല്ലഭന് പുല്ലും ആയുധം എന്ന് മലയാളത്തിൽ ചൊല്ല് പറയും. അഭ്യാസിയാണെങ്കിൽ അവന് വലിയ ആയുധങ്ങളൊന്നും വേണ്ട എന്നതുപോലെ കാര്യങ്ങൾ അറിയുന്ന ഒരാൾക്ക് ഒരുപാട് വാക്കുകൾ വേണ്ട. കുറഞ്ഞ വാക്കുകളിൽ കാര്യങ്ങൾ ഉണ്ടാകും. ഇത് അറബിയിലൂടെ തന്നെ പഠിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാകുക? അതുകൊണ്ട് തന്നെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നമ്മെ ഉപദേശിച്ചത്, തഅല്ലമു അൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പഠിക്കണം. വതഅല്ലമു അൽ അറബിയ്യ, അറബി ഭാഷ നിങ്ങൾ പഠിക്കണം. വഅരിബുൽ ഖുർആൻ, ഖുർആനിനെ നിങ്ങൾ അറബിയിൽ മനസ്സിലാക്കണം. തഅല്ലമുൽ അറബിയ്യ ഫഇന്നഹാ മിൻ ദീനിക്കും, അറബി ഭാഷ നിങ്ങൾ പഠിക്കണം, അത് നിങ്ങളുടെ ദീനിന്റെ ഭാഗമാണ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വസിയ്യത്ത് ചെയ്തത്, ഉപദേശിച്ചത് അതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്നും ചൊല്ലുന്ന വാക്കുകൾ, പ്രത്യേകിച്ച് നിസ്കാരത്തിലൊക്കെ അല്ലാഹു അക്ബർ എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പറയുന്ന തക്ബീറും അതുപോലെ തന്നെ തസ്ബീഹുകളും നമ്മൾ ചെയ്യുന്ന മറ്റ് അദ്കാറുകളും അതിലൊക്കെ ആ ആശയങ്ങൾ ശരിക്ക് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് അറബിയിൽ തന്നെ അത് ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്നതും നമ്മൾ വെറുതെ പറഞ്ഞു പോകുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് എങ്ങനെയാണോ നമ്മുടെ മനസ്സിൽ അതിൻ്റെ ആശയങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് നമ്മൾ ഉച്ചരിക്കുന്നത്, അതിനനുസരിച്ചാണ് മീസാനിൽ അതിൻ്റെ മീസാനിൽ അതിന് ഖനമുണ്ടാവുക. നമ്മൾ ഏത് രൂപത്തിൽ അത് ഉപയോഗിച്ചോ അതിനനുസരിച്ചാണ്. എത്രയോ ആളുകൾ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടാകും. പാരായണം ചെയ്യുന്ന എല്ലാവർക്കും ഒരുപോലെ അല്ല പ്രതിഫലം കിട്ടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നന്മക്ക് 10 ഇരട്ടി
സ്റ്റാർട്ടിംഗ് ആണ്. 10 ഇരട്ടി മുതൽ നബി പറഞ്ഞെങ്ങനെ 70, 700 അള്ളാഹു അതിനനുസരിച്ച് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ വർധനവ്, ആ കനം ഏതിനനുസരിച്ചാണ് കൂടുന്നത്? എത്രത്തോളമാണോ നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്കും നമ്മൾ ചൊല്ലുന്ന പറയുന്ന വാക്കുകൾക്കുമുള്ള കനം നമ്മുടെ അടുക്കലുള്ളത്, അതിനനുസരിച്ചാണ് ത്രാസിൽ അതിന് കനമുണ്ടാവുക, ദറജ അതിന് ഉയരുകയും ചെയ്യാം. നമ്മൾ അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കരിക്കാൻ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ചിലർ നിസ്കരിക്കും, നിസ്കാരത്തിൽ നിന്ന് 10-1 അവർക്ക് കിട്ടിയിട്ടുള്ളൂ. 10-1, 9 ഭാഗവും പോയി, അവർക്കതിൽ നിന്ന് ഗുണം കിട്ടിയിട്ടില്ല. 10-1 ഗുണം കിട്ടുന്നവരുണ്ട്, പകുതി കിട്ടുന്നവരുണ്ട്, 5-1 കിട്ടുന്നവരുണ്ട്. ഇങ്ങനെ നിസ്കാരക്കാരിൽ ചിലർ നിസ്കരിച്ചുകൊണ്ട് തിരിച്ചു പോകും, ഒന്നും കിട്ടാതെ. ഇയാദം ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ശരീരം കൊണ്ട് സമയം കൊണ്ട് ഒക്കെ നമ്മൾ മെനക്കെട്ട് നിസ്കരിച്ചു, എന്ത് കിട്ടി? എന്താണ് അതിന്റെ മാനദണ്ഡമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഒരു മനുഷ്യൻ അവന്റെ നിസ്കാരത്തിൽ നിന്ന് എഴുതപ്പെടുന്നത് മഅഖില ഫിഹ, അവൻ അതിൽ എത്രയാണോ അവന്റെ ബോധം കൊടുത്തുകൊണ്ട് നിന്നത്, അത്ര അതിനനുസരിച്ചാണ്. നമ്മുടെ ബോധത്തിന്റെ പലപ്പോഴുമുള്ള റേഷ്യോ ഒരു 2 സ്വിച്ചുകൾക്കിടയിലായിരിക്കും, അല്ലേ? അല്ലാഹു അക്ബർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇടയിലുള്ളത് വേറെ ദുനിയാവിന്റെ പല ലോകത്തായിരിക്കും. നമ്മൾ പള്ളിയിൽ പോലും ഉണ്ടാവൂല, നിസ്കരിക്കുന്ന സൊഫിലുണ്ടാവൂല, ശരീരം മാത്രം ഉണ്ടാവും, നമ്മൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. മിക്കവാറും മറന്നുപോയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്നതും അടുത്ത പ്ലാനിങ് ഒക്കെ നടക്കുന്നതും നിസ്കാരത്തിലായിരിക്കും. ഇത് എൻ്റെ സ്ഥിതിയാണ് ഞാൻ പറയുന്നത്. ഓരോരുത്തരും അത് തന്നെ ആയിരിക്കും അവസ്ഥ. പലപ്പോഴും അതാ ഉണ്ടാകുക. അതിനപ്പുറം നമ്മൾ ചൊല്ലുന്നതിലും പറയുന്നതിലും മനസ്സ് കുടുങ്ങി നിൽക്കാൻ കഴിയുക എന്നുള്ളത്, മനസ്സതിൽ കെട്ടിട അക്കില മിൻഹ എന്ന് പറഞ്ഞ, അക്കല് എന്ന് പറഞ്ഞ കെട്ടാണ്. മനസ്സതിൽ കെട്ടിയിട്ട് കൊണ്ട് എത്ര നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുവോ അതിനനുസരിച്ച് അതിന് നമുക്ക് ഉപകരിക്കുന്നത് ഏത് ഭാഷയിലാണോ നമ്മൾ നിസ്കരിക്കുന്നത് ആ ഭാഷയിൽ തന്നെ അതിൻ്റെ ബോധമുണ്ടാകണം എന്നതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരട്ടെ. اللهم علمنا ما جهلنا اللهم زدنا علما اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين الحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت